രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി നിർണായകമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അറസ്റ്റ് തടഞ്ഞാൽ കൂടുതൽ തെളിവുകളുമായി എത്താം എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഷബ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, വിവരങ്ങൾ. അഖില, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇപ്പോൾ സാധാരണ 32ാമത്തെ ഐറ്റമായിട്ടായിരുന്നു ലിസ്റ്റ് ചെയ്തത്. എന്നാൽ കോടതി തുടങ്ങുന്ന സമയത്ത് അഭിഭാഷകൻ ഈ ഹർജിയിലെ കാര്യം ഉന്നയിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക വാദം മാത്രം നടക്കുകയും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ഇതിൽ വിശദമായ വാദം കേൾക്കും. പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർക്കാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വിശദീകരണത്തിലേക്ക് പോയിട്ടുണ്ട്. താൽക്കാലികമായി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് എസ് രാജീവാണ് കോടതിയിൽ ഹാജരായത്. അദ്ദേഹം ഈ കോടതിയിൽ ഇത് മെൻഷൻ ചെയ്യുകയായിരുന്നു. ആദ്യ ഐറ്റമായി തന്നെ എടുക്കുകയും പെട്ടെന്ന് തന്നെ ഈ കേസിൽ ഇത്തരത്തിൽ അറസ്റ്റ് തടഞ്ഞു, പ്രാഥമികമായി അറസ്റ്റ് തടഞ്ഞു. തൽക്കാലത്തേക്കാണ് ഇതിൽ വിശദമായ വാദം കേട്ടതിന് ശേഷം ഇതിൽ അന്തിമമായ തീരുമാനമെടുക്കാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അറസ്റ്റ് തൽക്കാലത്തേക്ക് ആശ്വാസമായിരിക്കുന്നു. ഒളിത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വരാം എന്നതാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ളത്. പോലീസിന് ഇപ്പോൾ പുറത്തു വന്നാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയേണ്ടതില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകും വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അന്തിമ ഉത്തരവിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് വിലക്കിക്കൊണ്ടോ അത്തരത്തിലുള്ള എന്തെങ്കിലും മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടോ ഉള്ള ഉത്തരവ് വന്നാൽ മാത്രമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുക. ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കിട്ടിയത്. ഏതായാലും 10ാം ദിവസം, ഒളിവിൽ കഴിഞ്ഞ് 10ാം ദിവസം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു വരാം എന്നതാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത്. ഷബ്ന, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ അവസരം ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വാദം കോടതി ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടാണോ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്? അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കോടതി കടന്നിട്ടില്ല. അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത് ഈ ജാമ്യാപേക്ഷയിൽ, അതായത് ഇപ്പോൾ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നത് വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ വിശദമായ വാദം കേൾക്കും. ഏതെങ്കിലും തരത്തിൽ വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. ഇതിൽ അന്തിമ ഉത്തരവ് എന്ത് എന്നത് സംബന്ധിച്ച് നമുക്ക് പിന്നീടാണ് മനസ്സിലാകൂ. കാരണം ഇന്നിപ്പോൾ പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഓർഡർ ഇടുകയും ചെയ്തിരിക്കുന്നു. താൽക്കാലികമായ ഉത്തരവാണ്, ഇടക്കാല ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്.